വന്ദേ ഭാരതിലേക്ക് ഞാൻ വരാം. ലോകത്തിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു ട്രെയിൻ ആണിത്. നിങ്ങളിൽ എത്ര പേർ ഇതുവരെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ അനുഭവം എങ്ങനെയായിരുന്നുവെന്ന് പറയൂ. അത്ഭുതകരമായ അനുഭവം. നിങ്ങൾക്ക് എന്തെങ്കിലും കുലുക്കം അനുഭവപ്പെട്ടോ? ഒട്ടും ഇല്ല. വളരെ സുഗമം. ശബ്ദനില എന്തായിരുന്നു? എനിക്കറിയില്ല. എനിക്ക് പറയാൻ പോലും കഴിയില്ല. മികച്ചത്. അവർക്ക് കൈയടിക്കൂ, സുഹൃത്തേ. 2017 പ്രധാനമന്ത്രി സാഹബ് പറഞ്ഞു, നമ്മൾ ഒരു ലോകോത്തര ട്രെയിൻ നിർമ്മിക്കണം, അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. മുഴുവൻ സന്ദർഭവും നോക്കൂ. ഇത് വളരെ നന്നായി ചിന്തിച്ച് തയ്യാറാക്കിയ ഒരു തന്ത്രമാണ്. യാത്രക്കാരുടെ അനുഭവം മാറ്റേണ്ടതുണ്ട്. സ്റ്റേഷനുകൾ, ട്രെയിനുകൾ, സുരക്ഷ ഇവയാണ് 3 വലിയ കാര്യങ്ങൾ. ശരിയല്ലേ? ഞാൻ സ്റ്റേഷനെക്കുറിച്ച് സംസാരിച്ചു. ഇനി നമ്മൾ ട്രെയിനിനെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം ഞാൻ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കും. ശരിയല്ലേ? അപ്പോൾ ആദ്യത്തേത് നമ്മുടെ ഓഫീസർമാരായിരുന്നു. അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ജർമ്മനി, ജപ്പാൻ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ എത്തി വലിയ അവതരണങ്ങൾ നടത്തി. വലിയ പ്രഷർമാരെ കൊണ്ടുവന്നു. സർ, ഇതാണ് ഏറ്റവും മികച്ച ട്രെയിൻ എന്ന് പറഞ്ഞു. അവർ ഇത് കൊണ്ടുവരും, ഇത് ഇറക്കുമതി ചെയ്യും, ഇത് ചെയ്യും, അത് ചെയ്യും. അവതരണത്തിനായി ഞാൻ പോയപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവതരണങ്ങൾ നടത്താൻ ഞാൻ പോയി. പ്രധാനമന്ത്രി സാഹബ് പറഞ്ഞു, ഇല്ല സഹോദരാ, ഇത് പ്രവർത്തിക്കില്ല. നിങ്ങൾ ഇന്ത്യയിൽ തന്നെ ട്രെയിൻ രൂപകൽപ്പന ചെയ്യേണ്ടിവരും. നമ്മുടെ സ്വന്തം ആളുകൾ അത് രൂപകൽപ്പന ചെയ്യണം. നമ്മുടെ സ്വന്തം ആളുകൾ അത് നിർമ്മിക്കണം. വെല്ലുവിളി എന്തെന്നാൽ ഇത് വളരെ വലിയ ഒരു വെല്ലുവിളിയാണ്. കാരണം ഇന്ന് ലോകത്ത് 160 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയുള്ള ട്രെയിനുകൾ നിർമ്മിച്ച 8 രാജ്യങ്ങൾ മാത്രമേയുള്ളൂ. ലോകത്ത് 8 രാജ്യങ്ങൾ മാത്രമേയുള്ളൂ. ഇത് എളുപ്പമല്ല. നിങ്ങൾ 100 കിലോമീറ്ററിനപ്പുറം നീങ്ങുമ്പോൾ എല്ലാ പാരാമീറ്ററുകളും മാറുന്നു. എല്ലാ പാരാമീറ്ററുകളും വളരെ സങ്കീർണമാകും. ആർക്കും 150 അല്ലെങ്കിൽ 120 വരെ രൂപകൽപ്പന ചെയ്യാൻ കഴിയും. 120 ശേഷം 180 ഒരു വലിയ വെല്ലുവിളിയായി മാറുന്നു. 180 ശേഷം 300 വളരെ വലിയ വെല്ലുവിളിയായി മാറുന്നു. അതിനാൽ ഇവ 2 വലിയ പരിധികളാണ്. അവ മറികടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ ആളുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. 1.5 വർഷമെടുത്തു. 1.5 വർഷം എന്നല്ല, അതായത് സാധാരണയായി അത്തരമൊരു കാര്യം രൂപകൽപ്പന ചെയ്യാൻ 4 വർഷമോ 5 വർഷമോ എടുക്കും. 1.5 വർഷത്തിനുള്ളിൽ ആദ്യത്തെ ട്രെയിൻ വിക്ഷേപിച്ചു. ഈ ആദ്യ ട്രെയിൻ ഓടി. അത് സൂപ്പർ ഹിറ്റായി. രണ്ടാമത്തെ ട്രെയിൻ പുറത്തിറങ്ങി. അത് വീണ്ടും സൂപ്പർ ഹിറ്റായി. പിന്നെ ഞങ്ങൾ യാത്രക്കാരുടെ സുരക്ഷ, പരിപാലനക്ഷമത എന്നിവയുടെ കാര്യമായതിനാൽ ഇത് പരീക്ഷിക്കേണ്ടതുണ്ട്. മനസ്സിൽ സൂക്ഷിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഇത് നോക്കൂ. ട്രെയിൻ 180 കിലോമീറ്റർ വേഗതയിൽ ഓടുന്നു. ഈ ഗ്ലാസ് വെള്ളം നോക്കൂ സഹോദരാ. ആ സംഗീതം, ഇത് ഫെവിക്കോളിൽ കുടുങ്ങിയിട്ടില്ല. ഈ ഗ്ലാസ് വെള്ളം അനങ്ങിയില്ല. പക്ഷേ ലോകം മുഴുവൻ വിറച്ചു. ഇപ്പോൾ ഞാൻ ബുള്ളറ്റ് ട്രെയിനിലേക്ക് വരുന്നു. തികച്ചും പുതിയ പ്രവർത്തന രീതി. തികച്ചും പുതിയ പ്രവർത്തന രീതി. മുംബൈക്ക് മുമ്പ് താക്കറെ സാഹബ് അവിടെ എത്തുന്നതുവരെ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലായിരുന്നു. ഒരു വികസന പ്രവർത്തനത്തിലും അദ്ദേഹത്തിന് താൽപ്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് വ്യത്യസ്തമായ ഒരു സജ്ജീകരണം ഉണ്ടായിരുന്നു. എന്നാൽ മാറ്റം സംഭവിച്ചയുടനെ ഷിൻഡെ സാഹബ് വന്ന് അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അനുമതി നൽകി. എല്ലാ ജോലികളും പൂർത്തിയായി. ജോലി വേഗത്തിൽ പുരോഗമിക്കുന്നു. അവതരണം കാണുമ്പോഴെല്ലാം എപ്പോഴും പുതിയ സംഖ്യകൾ ഉണ്ടാകും. മുമ്പ് അത് 148 കിലോമീറ്ററായിരുന്നു. 152 കിലോമീറ്റർ തൂണുകൾ നിർമ്മിച്ചിട്ടുണ്ട്. 152 കിലോമീറ്റർ തുടർച്ചയായ വലിയ യാർഡുകൾ, കാസ്റ്റിംഗ് യാർഡുകൾ, വലിയ മെഷീനുകൾ. പൂർണ്ണമായും പുതിയ പ്രവർത്തന രീതി. 40 മീറ്റർ 10,100 ടൺ ഗർഡർ നിർമ്മിച്ചിരിക്കുന്നു. ഒരു പ്രാവശ്യം. ഇത് വളരെ വലുതാണ്. നിർമ്മാണത്തിന് തികച്ചും പുതിയൊരു രീതി. ഇത് നിങ്ങളുടെ ട്രാൻസ്പോർട്ടറാണ്. ഇതിന് 26 ചക്രങ്ങളുണ്ട്. ഗർഡർ അതിൽ സ്ഥാപിച്ചിരിക്കുന്നു. അത് മുന്നോട്ട് നീങ്ങുന്നു. നിങ്ങൾക്ക് ഈ 2 തൂണുകളും കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഗർഡർ ഒരേ സമയം അതിന്റെ മുകളിൽ നേരെ സ്ഥാപിക്കും. ഇത് അസാധാരണമാണ്. ഇത് തികച്ചും പുതിയൊരു പ്രവർത്തന രീതിയാണ്. ഇത്തരത്തിലുള്ള ജോലി ചെയ്യുന്നു. ഈ സാങ്കേതികവിദ്യ 2-3 രാജ്യങ്ങളിൽ മാത്രമാണ്, മറ്റൊരിടത്തും ഇല്ല. ഇത് വളരെ പുതിയതാണ്.
ഏറ്റവും വലിയ കാര്യം, ഈ മെഷീനുകളെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവന്നു, തുടർന്ന് എല്ലാം ഇന്ത്യയിൽ നിർമ്മിച്ചു എന്നതാണ്. എല്ലാ മെഷീനുകളും ഇന്ത്യയിൽ നിർമ്മിച്ചു. എല്ലാ മെഷീനുകളും ഓരോന്നായി പുറത്തുനിന്ന് കൊണ്ടുവന്നു. പിന്നെ എന്തിനാണ് എല്ലാ എഞ്ചിനീയറിംഗ് കമ്പനികളും സ്വന്തമായി കൊണ്ടുവരുന്നത്? നല്ലത്. നോക്കൂ, ഒരു ചെറിയ വീഡിയോ ഉണ്ടാകും. എല്ലായിടത്തും സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നു. പൂർണ്ണ പാലങ്ങൾ വേഗത്തിൽ നിർമ്മിക്കുന്നു. സംഗീതം. ഇതിൽ നിർമ്മാണ സാങ്കേതികവിദ്യയെക്കുറിച്ച് മാത്രമേ ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിച്ചുള്ളൂ. ഇത്രയും വലിപ്പമുള്ള പൂർണ്ണ ഗർഡർ, അതായത് 1100 ടൺ, അതായത് 50 ട്രോളികൾ, വലിയ ട്രക്കുകൾ. അത്തരം 50 ട്രക്കുകളുടെ ഭാരം ഒരു ഒറ്റ ട്രക്കിന്റെ ലോഡ്. ഈ ഗാർണർ വളരെ വലുതാണ്. മുഴുവൻ ഗർഡറും ഒരുമിച്ച് ഇട്ടു ഉയർത്തി. അവർ അത് ഉയർത്തിക്കൊണ്ടുപോയി. അവർ അത് തൂണുകൾ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ പോകാം. ഇവ തൂണുകളാണ്. ഞങ്ങൾ അത് തൂണുകളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ അത് ഉയർത്തി. ട്രാൻസ്പോർട്ടർ ഒരു ഇന്തപ്പനയല്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ അതിനെ വിളിച്ചിരുന്നു. ഈ ട്രാൻസ്പോർട്ടർ ഒരു ഇന്തപ്പന പോലെയാണ്. അത് വളരെ എളുപ്പമാണ്. ഞങ്ങൾ അത് അതിനു മുകളിലേക്ക് കൊണ്ടുപോയി. പിന്നെ മുഴുവൻ പൂന്തോട്ടവും ഇതുപോലെയാണ്. നോക്കൂ, വാഹനങ്ങൾ താഴെ ഓടുന്നു. ചിലപ്പോൾ വാഹനങ്ങൾ താഴെ ഓടുന്നത് നിങ്ങൾ കാണും, പക്ഷേ മുഴുവൻ കാര്യവും വളരെ എളുപ്പമാണ്, അല്ലേ? അതെ, നമ്മുടെ മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽ ആരുമായി മത്സരിക്കുന്നുവെന്ന് പറയൂ. ആരെങ്കിലും ഊഹിക്കാമോ? മികച്ചത്. ഇവയുടെ വില വളരെ ഉയർന്നതാണ്. നമ്മൾ അത് മികച്ചതാക്കണം. ശരിയല്ലേ? അതെ. ഞങ്ങൾ അതിനോട് മത്സരിച്ചു. ഇത് ഏറ്റവും സമകാലിക സ്റ്റേഷനാണ്. ലണ്ടനിലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽ നോക്കുമ്പോൾ അതിനെ കിങ്സ് ക്രോസ് ലണ്ടൻ സെൻട്രൽ എന്ന് വിളിക്കുന്നു. അതാണ് സമകാലിക സ്റ്റേഷൻ എന്ന് വിളിക്കുന്നു. ഞങ്ങൾ അത് എടുത്തു എല്ലായിടത്തുനിന്നും ഡിസൈൻ ചെയ്തു. ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുകളെ നിയമിച്ചു. ഏറ്റവും മികച്ച സ്ട്രക്ചറൽ എഞ്ചിനീയർമാരിൽ ഏറ്റവും മികച്ചയാളാണ് അദ്ദേഹം. നോക്കൂ, 4 വർഷത്തിനുശേഷം ലണ്ടനിൽ നിന്ന് ആളുകൾ ഈ സ്റ്റേഷൻ കാണാൻ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇത് നിർമ്മിക്കേണ്ടത്. അതിനാൽ ഞങ്ങൾ നല്ലതാണെന്ന് പറയുന്നു, പക്ഷേ നിങ്ങൾ നിർമ്മിച്ച ഡിസൈൻ അതിശയകരമാണ്. ചിരിക്കുന്നു. ഇത് വളരെ നല്ല ഡിസൈനാണ്. വളരെ നല്ല ഡിസൈൻ. അതിന്റെ ടെൻഡർ പൂർത്തിയായി. അതിന്റെ ടെൻഡറും മാർച്ച് മധ്യത്തിലാണ്. ടെൻഡർ അനുവദിക്കും. മുംബൈയിലെ എല്ലാ അതോറിറ്റികളും അനുമതി നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡിസിഎം സാഹബിനും ഞാൻ നന്ദി പറയുന്നു. അവർ വ്യക്തിപരമായി ഇത് ദിവസവും നിരീക്ഷിക്കുന്നുണ്ട്. രണ്ടാമതായി, നമ്മുടെ ജിഎം സാഹബ് ഒരു ട്രെയിൻ പോലും നിർത്താൻ ഇവിടെ ഇരിക്കുന്നു. ഒരു ട്രെയിനും റദ്ദാക്കില്ല. ശരി, ഇത്രയും വലിയ ഒരു വെല്ലുവിളിയെ നമ്മൾ എങ്ങനെ നേരിടും? പക്ഷേ എല്ലാവരും അതിൽ പ്രവർത്തിക്കുന്നു. ഈ ഇടം സൃഷ്ടിക്കപ്പെടും. ആളുകളുടെ ചലനം വളരെ സുഗമമായി മാറും. കാര്യങ്ങൾ നോക്കുന്നതിനുള്ള തികച്ചും പുതിയൊരു മാർഗമായി മാറും. അതായത് ഈ സ്റ്റേഷനിലെ പകുതി സമയവും ഇവിടെ ഇരുന്നു കുറച്ചുനേരം സംസാരിക്കാൻ ചെലവഴിക്കും. ശരിയല്ലേ? അതെ.